ഈ കാർ കണ്ടല്ലോ, ഇതിൽ ഈ കത്താനായിട്ട് ഒരു പാർട്ട് പോലും ഇല്ല എന്നുള്ളതാണ് കേട്ടോ. ആകെ ഇരുമ്പ് അല്ലെങ്കിൽ ആ മെറ്റൽ പാർട്ടുകൾ മാത്രമേ കത്തി നശിക്കാതിരിക്കുന്നുള്ളൂ കേട്ടോ. ടോട്ടൽ ലോസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലോസ് ആയിട്ടുണ്ട് ഈ വെഹിക്കിള്. അത്രമാത്രം ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ. സാധാരണ മാരുതിയുടെ വെഹിക്കിൾസ് ഞാൻ കത്തുന്ന അത്രത്തോളം കണ്ടിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7-8 കൊല്ലം മാത്രം പഴക്കമുള്ള ഒരു വണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അറിയില്ല, മോഡൽ നമ്പറും കാര്യങ്ങളൊന്നും അവൈലബിൾ ആയിരുന്നില്ല വണ്ടിയുടെ. സ്വിഫ്റ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴയ ജനറേഷൻ അല്ല, ഇപ്പൊ ഇറങ്ങിയതിന്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ ഒരു സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ആ ജനറേഷൻ സ്വിഫ്റ്റ് ആണ് ഇത് കിടക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് കാണാം, എഞ്ചിനും കാര്യങ്ങളും കാണാം, 4 സിലിണ്ടർ ആണ്. കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കാണാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതേപോലെ ബാക്കിൽ സ്വിഫ്റ്റിന് എഴുതിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ഡോറ്, ബാക്കത്തെ ഡോറ് ഇത് ഈ റോഡിലാട്ടോ. ഇത് കാരാടേക്ക് പോകുന്ന റോഡാണ്, ഫറൂഖ് കോളേജിൽ നിന്ന് കാരാടേക്ക് പോകുന്ന റോഡ്. അത് ഏകദേശം 1.5 മാസമായി ഈ വണ്ടി ഇവിടെ ഇങ്ങനെ കിടക്കുന്നു കേട്ടോ. ഇതിന്റെ ആൾക്കാർക്ക് എന്തെങ്കിലും പറ്റുമോ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ ധാരണയില്ല. അപ്പൊ ഇത് കണ്ടപ്പോൾ ഞാൻ എടുക്കാന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റുന്നത്, അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ചെറിയ ബോണോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും ഒരു അവസ്ഥ വരിക. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പുകയോ കാര്യങ്ങളോ വണ്ടിയിൽ കാണാൻ അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ഒരു തുള്ളി പോലും നിങ്ങൾ മനസ്സിലാക്കണം, പ്ലാസ്റ്റിക് പാർട്സോ അല്ലെങ്കിൽ കത്തുന്നതായിട്ടുള്ള ഒരു പാർട്സ് പോലും അതിൽ അവൈലബിൾ ആയിട്ടില്ല. അത്രത്തോളം കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് അടക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ സത്യം പറയാം, അതിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പെടുകയാണെങ്കിലുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് എങ്ങനെ വന്നു, എങ്ങനെയൊക്കെയാണ് വരാനുള്ള ചാൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വയർ ഹാർനസും കാര്യങ്ങളൊക്കെ അല്ല, നമ്മുടെ വണ്ടിയിൽ ഒരുപാട് വയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പറ്റിയിട്ട് ഷോർട്ട് സർക്യൂട്ട് ആവും, അതായത് ബാറ്ററിയിൽ നിന്നുള്ള പവറും കാര്യങ്ങളൊക്കെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വരുന്നതാണ് ഒരു ചാൻസ്. പുതിയ വണ്ടികളിൽ കുറവാണ്. പുതിയ വണ്ടികളാണെങ്കിൽ പോലും നമ്മൾ പുറത്തുനിന്ന് ആക്സസറീസ് ചെയ്യുമ്പോൾ നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഷോറൂമിനും ഷോപ്പിൽ മാത്രം ചെയ്യാം. സ്ലീവ് ഇട്ടിട്ട് വയറിന് ഫ്യൂസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് മാത്രം വണ്ടി എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളും ആഡ് ചെയ്യാം. വണ്ടി കാണാനും കാര്യങ്ങളൊന്നും, പിന്നെ സ്പെസിഫിക്കേഷൻ നോക്കുക, അത് കൂടുതൽ ആൾക്കാർ നോക്കുന്നില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ മാറ്റി ഫിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സീരീസിലുള്ള അതേ സ്പെസിഫിക്കേഷനുള്ള സാധനം മാത്രം ആഡ് ചെയ്യുക. അല്ലാത്ത പക്ഷം ഹീറ്റ് വരാം, അത് പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അതൊരു കാര്യം മെയിൻ ആയിട്ട് നോക്കുക. പിന്നെ നമ്മൾ വെള്ളക്കുപ്പി കാര്യങ്ങളൊക്കെ വെക്കുക, അത് മൈനറാണ്, എന്നാൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരാം. ബാറ്ററിന് വരുന്നതാണ് മെയിൻ ആയിട്ടുള്ളത്. ബാറ്ററി അതുപോലെ മെയിൻ്റെനൻസ് അത് പ്രോപ്പർ ആയിരിക്കണം. ബാറ്ററി ആണെങ്കിലും വയറും കാര്യങ്ങളൊക്കെ ഏജ് ആവുന്നതനുസരിച്ചിട്ട് എന്നിട്ട് എന്താ പറയുക, പൊട്ടാനും കാര്യങ്ങളൊക്കെ വരാം. എന്റെ ഒരു കേസിൽ തന്നെ പൂച്ച കയറിയിട്ട് വണ്ടിക്ക് പണി വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സിമിലർ പണികൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം സർവീസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക. വാണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യുക. വണ്ടി ഓവർ ഹീറ്റ് ആവുന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തി സൈഡ് ആക്കാനുള്ളൊരു, വീടിന്റെ അടുത്ത് എത്തി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകാതിരിക്കുക. മാക്സിമം സൈഡ് ആക്കിയിട്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം ജീവനാണ് ബെസ്റ്റ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ വാങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കാര്യം നോക്കാം. പിന്നെ ഇതിലും കുറെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഒരു മിനിമം 5 ലക്ഷം റുപ്യെങ്കിലും ആവൂലേ സെക്കൻഡ് ഹാൻഡ് വാങ്ങാൻ തന്നെ. അപ്പൊ അത്രത്തോളം ഒരാൾ 5 ലക്ഷം എന്ന് പറഞ്ഞ സാധാരണക്കാർക്കൊക്കെ പറഞ്ഞാൽ അത് താങ്ങാൻ പറ്റുന്ന ഒരു പൈസയാണെന്ന് എനിക്ക് അറിയില്ല. സിമ്പിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് കാര്യങ്ങൾ വരിക. അപ്പൊ നിങ്ങൾ വയറും കാര്യങ്ങളൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളൊന്നും അതിൽ പണിയെടുക്കാതിരിക്കുക. അറിയുന്ന ആൾക്ക് കൊടുക്കുക. സീവിട്ട് ചെയ്യുന്നില്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുക. പിന്നെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളൊക്കെ ഒരു മൈനറാണ്, എന്നാലും സീറ്റിലൊന്നും വെച്ച് പോവാതിരിക്കുക. ഇപ്പോഴത്തെ ചൂടിൽ എഞ്ചിൻ ചൂടാവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് റോഡും കാര്യങ്ങളൊക്കെ കാണാം, അതൊരു കാറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത റോഡാണ്. എന്നിരുന്നാൽ പോലും എഞ്ചിനും ചൂടായിട്ട് ഓവർ ഹീറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ കണ്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ റോഡ്, സ്ട്രെയിറ്റ് ആണ്, ഒരു വളവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഈ ഹില്ലി ഏരിയ ഒന്നും അല്ല. അപ്പം ഈ ഒരു സൈഡിലാണ് കിടക്കുന്നത്. ഇതിപ്പോ ഓൾമോസ്റ്റ് 1.5 മാസം 1 മാസത്തിന് മേലെ ആയെന്നാണ് പറയുന്നുണ്ടായിരുന്നത്. അപ്പൊ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാം. ഇതേപോലെയാണ് അവസ്ഥകൾ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് റെക്ടിഫൈ ചെയ്യാം. വണ്ടിയാണ്, അതങ്ങനെ ഓടിക്കോളെന്ന് മാത്രം വിചാരിക്കരുത്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതിന്റെ ഓണേഴ്സ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും. വളവാണ്, രാത്രിയാണ്, അതൊന്നുമല്ല പ്രശ്നം. കാരണം കുസാറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് കുസാറ്റ് അവിടെ അവർ ഫൈൻ ഇട്ടു എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു, റോഡ് കേടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇത് PW റോഡാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇത്ര കാലം വരെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വണ്ടി ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി നോക്കാട്ടോ. ഫൈനും കാര്യങ്ങളും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. വണ്ടിയോ പോയി, ഇനി കൂടുതൽ പൈസ നഷ്ടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞാൽ. എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാത്തതുകൊണ്ടാണ്. ആർക്കെങ്കിലും അറിയെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് താഴെ ആഡ് ചെയ്യാട്ടോ. കുസാറ്റിൽ വന്നിട്ട് ഫൈൻ കിട്ടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലൊരു വണ്ടി അവിടെ കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു, കുസാറ്റിന്റെ ഉള്ളിലായിരുന്നു. അപ്പോൾ അത് പ്രൈവറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിന്റെ പാർട്ട് ആയതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് പഞ്ചായത്ത് റോഡല്ല, ഇത് PWD റോഡാണ് വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാന്ന് വിചാരിക്കുന്നു.
ഇത് ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കട്ടെ. നമ്മളെല്ലാവരും വണ്ടി ഓടിക്കുന്നതാണ്. അപ്പം നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്തിട്ട് മാത്രം വണ്ടി ഓടിക്കുക. മാക്സിമം സർവീസ് ചെയ്യുക. നല്ല രീതിയിലുള്ള സർവീസ് സെന്ററിലും കാര്യങ്ങളും കാണിക്കുക. സെക്കൻഡ് ഹാൻഡ് വണ്ടി ആണെങ്കിൽ പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രം വണ്ടി എടുക്കുക. അപ്പോൾ സേഫ് റൈഡ്, സേഫ് ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മറക്കരുത്.